മഞ്ചവിളാകം കോൺഗ്രസ് വക്താവ് അതാണ് സംഘപരിവാർ മനസ്സ്, സംഘപരിവാറിൻ്റെ രീതികൾ ഭരണത്തിൽ ഗോൾവർക്കറിൻ്റെ മുമ്പിൽ പണ്ട് MLA ആയിരുന്ന ഘട്ടത്തിൽ കുമ്പിട്ട് തിരികൊളുത്തി. ഇപ്പോൾ ഭരണത്തിലും അത് കലർത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കേവലമായ ഒന്നല്ല, ആഴത്തിലുള്ളതാണ് എന്ന് ബോധ്യമാകുന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളോടും തീരദേശത്തോടും കാണിക്കുന്ന അവഗണനയും വേർതിരിവും. അതാണ് ശ്രീ PP ചിത്തരഞ്ജൻ വരച്ചിട്ടത്. നോക്കൂ, ഇവിടെ ഉണ്ടായ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മഴക്കെടുതി, ഇത് ഇവിടെ മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും പരാമർശങ്ങൾ കാണിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ ദുരിതങ്ങൾ ഉണ്ടായപ്പോ അവിടെ നിങ്ങൾ അത്ര ക്രിയാത്മകമായി ഇടപെട്ടുവെങ്കിൽ, കോസ്റ്റൽ ഏരിയയിലെല്ലാം നിങ്ങൾ ആ രീതിയിൽ സന്നദ്ധഭടന്മാരായിരുന്നുവെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് ആ രീതിയിലുള്ള വോട്ടവകാശം കിട്ടേണ്ടതല്ലേ? അവിടെയുള്ള MLA ചിത്തരഞ്ജൻ ഉൾപ്പെടെ ജയിച്ചു വരേണ്ടതല്ലേ? കോവളം ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ ജയിച്ചു വരേണ്ടതല്ലേ? അവിടെ ദുരിതമായിരുന്നു ശ്രീ അജിം ഷാ. പിന്നെ ഈ സർക്കാർ രാഹുൽ ഗാന്ധി തോറ്റതോ, മോദി തുടർച്ചയായി ജയിക്കുന്നതോ, നിങ്ങൾ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതോ, ആ ജയത്തെ ഒന്നും കാണരുത്. ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല ഇത്. ഞാൻ ചോദിച്ചത് കാതലായ വിഷയമാണ്. വർഗീയവൽക്കരണം, സംഘപരിവാർ വൽക്കരണം, ഈ ഭരണത്തിൽ കാട്ടുന്ന ക്രമക്കേടുകളൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ വാദങ്ങളെ ഒക്കെ M ശിവപ്രസാദും അഡ്വക്കേറ്റ് ലാൽകുമാറും ഖണ്ഡിച്ചു, വെട്ടി. കാരണം അവർ പറയാത്ത, കേന്ദ്ര സർക്കാരോ ബില്ലോ നിയമമോ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നിഷ്കർഷിച്ചു? ചോദ്യം നമ്പർ 1. നമ്പർ 2, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ VD സവർക്കർ ഏറ്റവും മഹത്വവൽക്കരിക്കുന്ന ആളായി നിങ്ങൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്? ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുടെ ശിക്ഷ ഏറ്റുവാങ്ങിയ മഹാനായി എങ്ങനെയാണ് VD സവർക്കറെ നിങ്ങൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്? ഇതൊക്കെ കൂട്ടിവായിക്കണം. അതൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൂടി താങ്കളുടെ പ്രതികരണത്തിൽ ആഡ് ചെയ്യാം. നിങ്ങൾ 4 പേര് വിഭാഗത്താണ്, ഞാൻ ഒരാളാണ്. ഇപ്പൊ 4 പേര് സംസാരിച്ച സമയം എനിക്ക് തരണ്ട. ഒരാൾ ചിത്രഞ്ജൻ ഉൾപ്പെടെ, നിങ്ങൾ പിന്നെ ആങ്കർ ഉൾപ്പെടെ, എനിക്ക് നിങ്ങൾ 4 പേര് സംസാരിച്ച സമയം വേണ്ട. എനിക്ക് ഒരു 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 2 മിനിറ്റ് മതി. ഞാൻ പറയുന്നത്, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തന്നെ മരിച്ച ആളുകൾക്ക് 8 ലക്ഷം രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വീട്ടിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ. അതെല്ലാവർക്കും, മുമ്പൊക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ വേണ്ട. സംസ്കാരം നടത്തുന്നവർക്ക് 10,000 രൂപ. വീട് ഡാമേജ് ആകുന്നതിന് മുമ്പ് 2 ലക്ഷം 4 ലക്ഷമായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കൊടുത്തത്. അത് 6 ലക്ഷമാക്കി. വീടും സ്ഥലവും നഷ്ടപ്പെട്ടത് 10 ലക്ഷമായിരുന്നത് 12 ലക്ഷം രൂപയായി. ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം. ഇതൊന്നും മാത്രമല്ല, ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസമായി കടകൾക്ക്, പാവപ്പെട്ട വ്യാപാരികൾക്ക്, കച്ചവടക്കാർക്ക് അവരുടെ കട മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ ആയാൽ അതൊന്ന് കഴുകി ഇറക്കാൻ പോലും പണം കൊടുത്തിരുന്നില്ല എങ്കിൽ 10,000 രൂപ അവർക്ക് കൊടുക്കാൻ തീരുമാനമായി. തുടങ്ങി ഇത് അത് മാത്രവുമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പത്രസമ്മേളനത്തിൽ നിങ്ങൾ കണ്ടിരിക്കും, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ വെള്ളപ്പൊക്കം കേരളത്തിന്റെ ഒരു ശാപമായി മാറിയിരിക്കുന്നു. അത് സർക്കാരിന്റെ മാറ്റം അനുസരിച്ചല്ല, എല്ലാ കാലങ്ങളിലും എല്ലാ വർഷവും ദുരിതമായി മാറും. അതിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൂടെ നദികളിലെ മുഴുവൻ മണലുകൾ മാറ്റിക്കൊണ്ട്, ആ നദികൾ നിറഞ്ഞു കിടക്കുന്നു, വേസ്റ്റ് നിറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡാമുകളിലെ മണല്. ഞാൻ ഇടപെടാത്തത് ഈ 4 പേരായി കൂട്ടുന്നത് കൊണ്ടാണ്. കാരണം ഫാക്ച്വൽ എറർ ഉള്ളത് കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇടപെടുകയാണ്. ഒന്ന് ഈ എക്കലും മണ്ണും ഒക്കെ മാറ്റുന്നതിനെതിരെ കേസിന് പോയത് ആരാണ് കേസിന് പോയത് മുമ്പ്? ഒന്ന് 2, ഡിസാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അനുപമ IAS എന്നാണ് നിങ്ങൾ നിയമിച്ചത്? 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ടോ? ഇതിൻ്റെയൊക്കെ ക്രോഡീകരണം, മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പാളിയത് ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ നിങ്ങൾ വരുത്തിയ വലിയ വീഴ്ചകൾ കൂടിയാണ്. അത് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് അടക്കം വലിയ വാർത്തകളായി നൽകിയതാണ്. ശ്രീ മഞ്ചവിളാകം, ഞാൻ തിരിച്ചെത്താം. M ശിവപ്രസാദ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ശിവപ്രസാദിലേക്ക് എത്താം. കംപ്ലീറ്റ് ചെയ്യട്ടെ. ശിവപ്രസാദ് പറഞ്ഞു, കോൺഗ്രസ് എണ്ണ പോലെയായി. കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ശിവപ്രസാദ്. ഐ എം അഡ്മിറ്റിംഗ് യുവർ ഫാക്ട്സ്. ബട്ട് ഞാൻ ഒരു കാര്യം ശിവപ്രസാദിനോട് ചോദിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് BJP ഒന്ന് തടയാൻ
BJP ഒന്ന് വെല്ലുവിളിക്കാൻ, BJPക്ക് BJPക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ കോൺഗ്രസ് അല്ലാതെ ആരുണ്ട് രാജ്യത്ത്? ശിവപ്രസാദ് പറഞ്ഞു കോൺഗ്രസിന്റെ തകർച്ചയിൽ അത് ഞങ്ങൾ കാണുന്നുണ്ട് കേന്ദ്ര തലത്തിലും ഒക്കെ. വിരലെണ്ണാവുന്നവരാണെങ്കിൽ ഇടതെമ്പിമാർ തീർക്കുന്ന ആവേശത്തിന്റെ തീപ്പൊരികൾ ഞങ്ങൾ കാണുന്നു. പക്ഷെ കോൺഗ്രസിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലും കണ്ടില്ല പല വിഷയത്തിലും. അയോധ്യ ക്ഷേത്രക്കൊള്ള എവിടെ പോയി? നിങ്ങൾ ശബരിമലയിൽ ഏതോ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഓടി വന്നില്ലേ? രാഹുൽ ഗാന്ധി എവിടെ പോയി? അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ അടക്കം എണ്ണി പറയാം 1992 മുതലുള്ളത്. അതിൽ ഈ ബുള്ളറ്റിന്റെ സമയം തികയില്ല. ശ്രീ മഞ്ജുളാകം, ഞാൻ തിരിച്ചെത്താം മഞ്ജുളാകം ഞാൻ തിരിച്ചെത്താം. എം ശിവപ്രസാദ് മറുപടി. ഇതിൽ 2 ഭാഗങ്ങളായി മറുപടി വരാൻ അവസരം ആങ്കർ തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ് നിർത്തിയെടുത്തു എന്ന് തുടങ്ങുന്നതിൽ ഭംഗി എനിക്ക് തോന്നുന്നു. പ്രളയത്തെപ്പറ്റി അദ്ദേഹം ഒരു ഭാഗം പറഞ്ഞതിന് ആദ്യം ഒരു മറുപടി പറയുന്നുണ്ടാവും. കാരണം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം അതാണ്. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ പ്രളയത്തിൻ്റെ കെടുതിയിലകപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ പോകുന്ന ധനസഹായത്തിൻ്റെ കണക്കെല്ലാം ഇവിടെ നന്നായി വിശദീകരിച്ചു. നല്ല കാര്യം, അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ പ്രളയ ദുരന്തം എങ്ങനെ കേരളത്തിലുണ്ടായി അത് ചർച്ച ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 2-3 ദിവസമായി തുടർച്ചയായി ചർച്ച ചെയ്യുകയാണല്ലോ. കഴിഞ്ഞ മാസം 31-ാം തീയതി IMD പ്രഡിക്ഷൻ വന്ന ശേഷം കാര്യക്ഷമമായി ഇടപെടാൻ കേരളത്തിലൊരു ഭരണകൂടവും ഭരണകൂട സംവിധാനവും ദുരന്ത നിവാരണ അതോറിറ്റിയും അതിന് നേതൃത്വം കൊടുക്കാനൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നെങ്കിൽ റാന്നിയും കോന്നിയും ആറന്മുളയും മുങ്ങുമായിരുന്നോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. സഖാവ് PP ചിത്രൻ ഇവിടെ പറഞ്ഞു, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ഞങ്ങളുടെ ആലപ്പുഴയുടെ ഹൃദയഭാഗമാണ് കുട്ടനാട്. ആ കുട്ടനാട് എങ്ങനെയാണ് മുങ്ങിയത് നിങ്ങൾക്കറിയോ? 2018 കേരളത്തിൽ പ്രളയത്തിൽ നിന്ന് എന്ത് ഇടതുപക്ഷം പഠിച്ചു എന്ന് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ. ഇടതുപക്ഷം പഠിച്ച വലിയൊരു പാഠം, കുട്ടനാട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രദേശം, സമുദ്രനിരപ്പിൽ താഴെ നിൽക്കുന്നൊരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്ത് കിഴക്കൻ വെള്ളം വന്നടിയുമ്പോൾ ആ കുട്ടനാട് മുങ്ങാതിരിക്കണമെങ്കിൽ തോട്ടപ്പള്ളി പുഴയിലൂടെ സമയബന്ധിതമായി ആ വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടണം. നിങ്ങൾ നോക്ക്, 2018 ശേഷം 19, 20, 21, 2025 വരെ എല്ലാ മഴക്കാലത്തിന് മുമ്പും ഈ പ്രളയം അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്ന മഴ ശക്തിപ്പെടുന്നതിന് മുമ്പ് തോട്ടപ്പള്ളി പൊഴിമുറിച്ച് പൊഴിയുടെ വീതി കൂട്ടി ആ വെള്ളം കടലിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി. എവിടെയായിരുന്നു സാർ നിങ്ങളുടെ ഗവൺമെൻറ്? ഇന്ന് കുട്ടനാട് പ്രളയ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കുട്ടനാട്ടിലെ മനുഷ്യർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ ഗവൺമെൻറ് സൃഷ്ടിച്ച കൃത്യവിലോപത്തിൻ്റെ ഇരയായി അവർക്കുണ്ടായ ദുരിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് ബോധ്യപ്പെട്ടിട്ട് വേണം കേരളത്തിലെ മനുഷ്യരോട് സംസാരിക്കാൻ. എന്തേ ആ കേരളത്തിലെ മുഖ്യമന്ത്രി കുട്ടനാട് MLA വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? എന്തേ കേരളത്തിലെ മന്ത്രി കുട്ടനാട് MLA വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? ഈ പാപഭാരം കൊണ്ടാണ് അവർ ഫോൺ എടുക്കാതിരുന്നത്. ആ കുട്ടനാടിനെ മുക്കിക്കൊല്ലാൻ വേണ്ടി അവിടെ കുട്ടനാട്ടിലെ ജനതയെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ ആ പ്രളയത്തിൽ ആണ്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ പൊഴിമുറിക്കാതിരുന്നതല്ലേ? അവിടെ എന്തേ ഇടപെടാതിരുന്നത്? അപ്പോൾ ഈ സമാനതകളില്ലാത്ത വീഴ്ചയെ മറച്ചു വെക്കാൻ നിങ്ങളിനി എന്തൊക്കെ ധനസഹായം കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഗവൺമെൻറ് ഈ പ്രളയത്തെ നേരിടുന്നതിൽ, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് കാണുന്നതിൽ, സാധാരണപ്പെട്ട മനുഷ്യർ ഈ പ്രളയത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുന്നതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണെന്ന് കേരളം ഒറ്റക്കെട്ടായി ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയൊരു ഭാഗം. കോൺഗ്രസ് അല്ലാതെ മറ്റാരാണ് ഈ BJP ഒന്ന് പിടിച്ചു കെട്ടാൻ രാജ്യത്ത് പ്രസംഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വളരെ നല്ല ചോദ്യമാണ്. ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അതുതന്നെയാണ് സാർ, ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അതുതന്നെയാണ്. അങ്ങയിടം തുറന്നു പറയുകയാണ്. ഈ BJPക്കെതിരെ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊന്ന് വാതുറന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഒന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെയല്ല. BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി അർത്ഥവത്തായ രാഷ്ട്രീയം പങ്കുവെച്ച് പ്രസംഗിക്കുന്ന, രാഷ്ട്രീയം പറയുന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് രാജ്യത്തുണ്ട്? ഉണ്ടോ ഒരാളെ പേര്? സംഘപരിവാർ അജണ്ടയ്ക്കെതിരായി സംസാരിക്കുന്ന, അധികാരത്തിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് BJPക്കെതിരെ മത്സരിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് BJPക്കെതിരെ രാഷ്ട്രീയമായി മത്സരം നടത്തി അധികാരത്തിൽ തോറ്റുപോകുന്നതോ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതോ അല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായി സംഘപരിവാരം ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തോട് നിങ്ങളുടെ പ്രതിരോധമെന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ ഗവൺമെൻറ്. കേരളം ആരാ ഭരിക്കുന്നത്?
കേരളം ഭരിക്കുന്ന നിങ്ങളുടെ ഗവൺമെൻറ് ആണല്ലോ. 5 സംസ്ഥാനങ്ങളിലല്ലേ ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ. 2008-ൽ 14 സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് 5 സംസ്ഥാനത്തല്ലേ ഭരിക്കുന്നുള്ളൂ. നിങ്ങൾ ക്ഷീണിച്ചതിനെ ഞാൻ പരിഹസിക്കുന്നില്ല. പക്ഷേ ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലെങ്കിലും സംഘപരിവാറിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ സാർ? കോൺഗ്രസ് വർത്തമാനം പറയുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് സംഘപരിവാറിനെതിരെ ഒന്ന് ഉറക്ക കരയുന്ന ഒരു സന്ദർഭം ഈ 2 മാസത്തേക്ക് കാണിച്ചു തരാറുണ്ട്. ഒറ്റ സന്ദർഭം കാണിച്ചത് ഞാൻ നിശബ്ദമായിരുന്നേക്കാം. നിങ്ങൾ ഒറ്റ സന്ദർഭം കാണിച്ചാൽ ഞാൻ ഒരു വീണ്ട പട്ടികയൊന്നും വായിക്കുന്നില്ല. ഈ സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട് 10 കാര്യം ഞാൻ പറയാം വളരെ ചുരുക്കി. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരിക്കുന്നത് 1-ാം നമ്പർ സംഘപരിവാർ അനുഭാവി മറുനാടൻ മലയാളിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ. ഈ കേരളത്തിൽ അറ്റോർണി ജനറലായി നിയമിക്കപ്പെട്ടത് മുൻ ഗവർണറുടെ നിയമോപദേശകൻ ജാബു ബാബു. ആരാ? മുൻ ഗവർണറുടെ നിയമോപദേശകൻ. B. അശോക് നല്ല 1-ാം തരം സംഘപരിവാറുകാരൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുന്നു. MG സർവകലാശാല VC ആയി സംഘപരിവാറിനെ വെച്ചു. ഒരു മിണ്ടാട്ടവും കേരളത്തിലെ ഗവൺമെൻറ്റില്ല. കാർഷിക സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഒരിഞ്ഞ കസേരയിൽ സംഘപരിവാറുകാരനെ കൊണ്ടിരുത്തി. ഒരു മിണ്ടാട്ടവും സംസ്ഥാന ഗവൺമെൻറ്റില്ല. MG സെനറ്റിലേക്ക് 19 BJP പ്രതിനിധികളെ കൊണ്ടിരുത്തി. ഒരു മിണ്ടാട്ടവും സംസ്ഥാന ഗവൺമെൻറ്റില്ല. RS ശശികുമാർ എന്ന നമ്പർ 1 കേരളത്തിലെ സർവകലാശാല കലക്കാൻ ഇറങ്ങുന്ന ആളെ 1-ാം നമ്പർ പേരുകാരനായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് കൊണ്ട് ഉൾപ്പെടുത്തി. നിങ്ങൾക്കൊരു പരാതിയുമില്ല. ഇലക്ഷൻ കമ്മീഷന്റെ കമ്മീഷണറായി സംഘപരിവാറുകാരനെയാണ് വെച്ചതെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട വക്താവെ നിങ്ങളെപ്പോലെ മറ്റൊരു വക്താവ് കോഴിക്കോടുകാരൻ DK നിയാസ് ഒരക്ഷരം കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ദേവസ്വം ലീഡറായി സംഘപരിവാറിനെക്കാരനെ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നില്ലേ? ABP-കാരനെ കേരളത്തിലെ ഹൈക്കോടതി പീഡറായി കൊണ്ടുവച്ചില്ലേ? നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നില്ല. 10 നിയമനങ്ങളാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നടന്നത്. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേരളം കേൾക്കണം. ലീഗ് സ്വീകരിക്കുന്ന സമീപനം എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കഴിയും? എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പ്രചരണം? അധികാരം അങ്ങോട്ട് കൈ കിട്ടിയാൽ കേരളത്തിലെ സംഘപരിവാരത്തെയാകെ ഞങ്ങൾ പൂട്ടിക്കെട്ടി ഡൽഹിക്ക് തിരിച്ചയക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് മത്സരിച്ചത്. അധികാരം കിട്ടി ലീഗ് എന്തേ മിണ്ടാതിരിക്കുന്നത്? 21 MLA-മാരുള്ള ലീഗിന് VD സതീശൻ്റെ അടുക്കളപ്പുറത്ത് ഈ 2 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും സ്ഥാനം കിട്ടി നിങ്ങളുണ്ട്? ഞാൻ വളരെ ന്യായം വെച്ച് നോക്കി. സാധാരണ കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ എല്ലാ ക്യാമറ കണ്ണുകളും പാണക്കാട് തറവാട്ടിലേക്കാണ്. ഈ 2 മാസത്തിനിടയ്ക്ക് അങ്ങനെ ഒരു ദൃശ്യം ഈ കേരളത്തിൽ കാണുന്നുണ്ടോ? ലീഗിനൊരു പങ്കാളിത്തവും ഈ ഭരണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ലീഗ് നിശബ്ദമായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയെ പ്രത്യക്ഷമായും പരോക്ഷമായും അധികാരത്തിൻ്റെ പങ്കുവെപ്പിന് വേണ്ടി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു അഭ്യർത്ഥന കോൺഗ്രസിൻ്റെ വക്താവിനോടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയാണ് ശ്രീ KM ഷാജിക്ക് എന്നാണ് എൻ്റെ അറിവ്. കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് KM ഷാജിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി അറബിക്കടലിൻ്റെ തീരത്തെവിടെയെങ്കിലും ഒരുക്കാനൊരു ജാഗ്രത കേരളത്തിലെ UDF ഗവൺമെൻറ് കാണിക്കണം. അതാകുമ്പോൾ വന്ദേമാതരം മുഴുവനായി ആ വേദിയിൽ പാടി കേട്ട് KM ഷാജിക്ക് നേരെ PM ശ്രീയുമായി അറബിക്കടലിലേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരം കേരളത്തിലെ UDF ഗവൺമെൻറ് KM ഷാജി പോലുള്ള ലീഗ് നേതാക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എവിടെയാ ലീഗ്? എവിടെ ലീഗിൻ്റെ പ്രത്യയശാസ്ത്രം? എവിടെ ലീഗിൻ്റെ ആശയം? നിങ്ങളിവിടെ പറഞ്ഞല്ലോ ചീഫ് സെക്രട്ടറി ഉത്തരവ് അതുപോലെ മുന്നോട്ട് കൊടുക്കാമെന്ന്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഒരുപാട് ഉദാഹരണമൊന്നും പോയില്ല. പ്രിയപ്പെട്ട ലാൽകുമാർ ഇവിടെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷവും അതിന് മുമ്പ് വർഷവും ഒരു ഉത്തരവ് സംസ്ഥാന ഗവൺമെൻറ് മേൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സർവകലാശാലയിലേക്കും അയച്ചിരുന്നു. എന്താ ഉത്തരവെന്നറിയുമോ? വിഭജന ഭീതി ദിവസം ഓഗസ്റ്റ് 14 ആചരിക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് അവസാനം ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് സർവകലാശാലയ്ക്ക് കത്തയക്കേണ്ടി വന്നു. ആർക്ക്? ഈ പറയുന്ന കേരളത്തിലെ ഗവർണർക്ക്. അന്ന് ചീഫ് സെക്രട്ടറി കത്തയച്ചില്ലല്ലോ. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കത്തുണ്ടായിരുന്നല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്ത് തിട്ടൂരം വന്നാലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തതാണെങ്കിൽ, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ 10 വർഷക്കാലം നമ്മൾ കണ്ടതെങ്കിൽ, ആ ആർജവം നഷ്ടപ്പെട്ട് സംഘപരിവാർ എന്തു പറയുന്നു? ആ പറയുന്നത് അക്ഷരം പ്രതി വിന നടപ്പിലാക്കുന്ന ഒരു UDF ഗവൺമെൻറ്റിനെ കേരളം കാണുമ്പോഴാണ് വ്യത്യാസവും താരതമ്യവും കേരളത്തിൽ ജനങ്ങൾ നടത്തുന്നത്. നിങ്ങൾ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയ ആശയങ്ങളും സംഘപരിവാറിന് മുന്നിൽ കീഴ്വെക്കണം. ഒറ്റ കാര്യം മാത്രം ഞാൻ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ദേമാതരത്തിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ പറയുമ്പോൾ 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 12 വരി, മൊത്തം 27 വരിയാണ്, 13 മുതൽ 27 വരെയുള്ള വരികൾ ഒഴിവാക്കി 1 മുതൽ 12 വരെയുള്ള വരി മാത്രം പാടിയാൽ മതി എന്ന് തീരുമാനിച്ച പ്രധാനപ്പെട്ട 5 പേരുടെ പേര് കോൺഗ്രസ് പ്രതിയെ ഞാൻ ഓർമ്മിപ്പിക്കാം. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട 5 പേരുണ്ടായിരുന്നു. ഒന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി, കോൺഗ്രസിന് ഊടുംപാവുന്ന ചെയ്ത മഹാനായ നേതാവ്, രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ്. മറ്റൊന്ന് നെഹ്റു, കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. നമ്മുടെ പ്രിയപ്പെട്ട രാജേന്ദ്ര പ്രസാദ്, പട്ടേൽ, ഒപ്പം കൃപാലിനി, ഒപ്പം ടാഗൂർ.
ഇങ്ങനെ 5-6 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് വന്ദേ മാതരത്തിൽ ദേശഭക്തി ഗാനം ഉൾപ്പെടുന്ന, ദേശഭക്തിയെ ഉദ്ഘോഷിക്കുന്ന ആദ്യത്തെ 12 വരികൾ മാത്രം ഉൾപ്പെടുത്തുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്ത് മാത്രം ഞങ്ങൾ ആലപിച്ചാൽ മതി. ഇതേ തീരുമാനമാണ് 1950 ജനുവരി മാസം 24-ാം തീയതി ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിർദ്ദേശമായി വന്നത്. ആ നിർദ്ദേശപ്രകാരമാണ് വന്ദേ മാതരത്തിൻ്റെ 1 മുതൽ 12 വരി കേരളത്തിലും രാജ്യത്തുമെമ്പാടും ദേശഭക്തി ഗാനമായി ആലപിക്കാൻ രാജ്യം തീരുമാനിച്ചത്. അവിടെ കോൺഗ്രസിൻ്റെ പരമോന്നതരായ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടിലാണ് സാർ VD സതീശൻ എന്ന കോൺഗ്രസ്സുകാരനെന്ന് ഇപ്പോൾ വിളിക്കാൻ കഴിയുന്ന നേതാവ് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഉറക്കെ കരയണ്ടേ? ഞങ്ങൾ മാത്രം പ്രതികരിച്ചാൽ മതിയോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു പാരമ്പര്യമില്ലേ കോൺഗ്രസിന്റെ വക്താവേ? നിങ്ങളുടെ പാരമ്പര്യം എന്താ? ഈ വന്ദേ മാതരത്തിന്റെ അത് പഠിക്കേണ്ടതുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നാണ് പറയുന്നത്.